السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ദോഹ ഇസ്ലാമിക് സ്റ്റുഡൻസ് കോൺഫറൻസ് ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അക്ബർ കാസിം, വേദിയിലുള്ള ബഹുമാന്യ പണ്ഡിതൻ അഹമ്മദ് അൻസാരി, അബ്ദുറൌഫ് മദനി, മറ്റ് പ്രിയപ്പെട്ട നേതാക്കളെ, സദസ്സിലുള്ള ഇസ്ലാഹി സെന്ററിൻ്റെ പ്രവർത്തകരെ, CISന്റെ പ്രവർത്തകരെ, എങ്ങനെ ഇതിന് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഈ സന്ദർഭത്തിൽ. കാരണം ദോഹയുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗധേയമായി മാറിക്കഴിഞ്ഞ ദോഹ ഇസ്ലാമിക് സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ സമാപന സെഷനിലാണ് ഞാനും നിങ്ങളും പങ്കെടുക്കുന്നത്. കഴിഞ്ഞ 2-3 മാസക്കാലമായി ഈ ദോഹയിലെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് CISന്റെ പ്രവർത്തകർ അവർ അഹോരാത്രം പണിയെടുത്തതിൻ്റെ ബാക്കിപത്രമായി കഴിഞ്ഞ 25 വർഷക്കാലമായി ഒരുപാട് ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഇസ്ലാഹി സെന്ററിന്റെ തിരുമുറ്റത്ത് നിന്ന് ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് ആരംഭിച്ച ഈ മഹാസമ്മേളനത്തിന്റെ സമാപനം ഇവിടെ നടക്കുമ്പോൾ ഇത്രയും വലിയൊരു സദസ്സ് മുന്നിൽ കാണുന്നത് തന്നെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ട് ഒരുപാട് കാര്യങ്ങളെ, ഒരുപാട് അറിവുകൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് മുന്നിൽ ഒരു നന്ദി പ്രകടനം, ഒരു പ്രഭാഷണമായി നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സഹോദരങ്ങളെ, ഒരു വാക്ക് പറയട്ടെ, സന്തോഷം കൊണ്ടൊരു വാക്ക് പറയുകയാണ്. ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തകർ, അതിന്റെ വിദ്യാർത്ഥി വിഭാഗമായ CISന്റെ മക്കൾ, അങ്ങനെ പറഞ്ഞവരെ അവസാനിപ്പിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഒരു സത്യം പറയട്ടെ, ഇസ്ലാഹി സെന്ററിന്റെ മുത്തുകളാണവർ. കാരണം 2 മാസക്കാലമായി അഹോരാത്രം പണിയെടുത്തതിന്റെ ബാക്കിപത്രമായി അവരുടെ ഒരുപാട് സഹോദരങ്ങളെ, അവരുടെ ഒരുപാട് സഹപാഠികളെ അവരുടെ ക്ലാസ്സുകളിൽ നിന്ന്, അവരുടെ സ്കൂളുകളിൽ നിന്ന് ഈ മഹത്തായ സന്ദേശത്തിന്റെ ദൗത്യം ഇവിടെ വിവരിക്കുന്ന ഈ സദസ്സിലേക്ക് എത്തിക്കുവാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾ, ഈ സമ്മേളനത്തിന്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച രക്ഷിതാക്കൾ, അവർക്കും ഈ അവസരത്തിൽ നന്ദി പറയാതിരിക്കാൻ തരമില്ല. ഈ ഒരു സമ്മേളനം നമുക്കറിയാം, ഈ ഒരു പ്രവാസി വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ടാണ് ഈ ഖത്തറിൽ ഇങ്ങനെ ഒരു സമ്മേളനം നടക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി CIS ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. നിങ്ങൾക്കറിയാം, ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ വിദ്യാർത്ഥി വിഭാഗമായ CISനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെല്ലുവിളി തന്നെയായിരുന്നു സത്യത്തിൽ ഇത്തരം ഒരു സമ്മേളനം സംഘടിപ്പിക്കുക എന്നുള്ളത്. കാരണം ഒരു വിദ്യാർത്ഥി സംഘടനയും പ്രത്യേകിച്ച് നാട്ടിലേതുപോലെയല്ല, പ്രവാസ ലോകത്ത് ഇത്രയും വലിയൊരു സമ്മേളനം ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുക എന്നത് തന്നെ വലിയൊരു വെല്ലുവിളിയാണ്. പക്ഷേ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇത് ഇത്രയധികം വിജയിപ്പിക്കാൻ സാധിച്ചതിൽ CISന്റെ പ്രവർത്തകർക്ക് വല്ലാത്ത ചാരിതാർത്ഥ്യമുണ്ട്. സഹോദരങ്ങളെ, ഈ വൈകിയ വേളയിൽ ഞാൻ നീട്ടുകയല്ല, എല്ലാവർക്കും ഞാൻ നന്ദി പ്രകടിപ്പിക്കുകയാണ്. ആദ്യമായി തന്നെ നമ്മുടെ ഈ സമാപന സെഷൻ ഉദ്ഘാടനം ചെയ്ത ഈ ഫനാറിന്റെ ഡയറക്ടർ, അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്ത മറ്റ് ഫനാറുമായി ബന്ധപ്പെട്ട വ്യക്തിത്വങ്ങൾ, ഈ സമ്മേളനത്തിൽ അധ്യക്ഷ വേദി അലങ്കരിച്ച ചെയർമാൻ, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യ രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട CK ഷെരീഫ്, അതുപോലെ തന്നെ നമ്മുടെ ഈ സമ്മേളനത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവർ, ഇതിനു വേണ്ടി സാമ്പത്തിക സഹായം നൽകിയവർ, പരസ്യം നൽകി നമ്മളോട് സഹകരിച്ചവർ, അതുപോലെ തന്നെ നമ്മുടെ ഈ സമ്മേളനത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ച MGMന്റെ പ്രവർത്തകർ, അതുപോലെ വളണ്ടിയേഴ്സ്, ഇസ്ലാഹി സെന്ററിന്റെ വളണ്ടിയേഴ്സ് തുടങ്ങിയ എല്ലാവർക്കും ഒറ്റവാക്കിൽ ഞാൻ നന്ദി അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈ വൈകിയ വേളയിൽ ഒരുപാടൊന്നും പറയാനില്ല. ഇതിന്റെ ഒരുപാട് ഫ്യൂച്ചർ പ്ലാനുകൾ CISന്റെ ഡെലിഗേറ്റ് കോൺഫറൻസിൽ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് അവസാനമായി ഒരു വാക്ക് കൂടി പറയാനുണ്ട്. ഇതൊരിക്കലും ഇവിടെ അവസാനിക്കുന്ന ഒരു സംഗതിയല്ല. CISനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഭാവിയിൽ നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു. ഇതിന്റെ വരുംകാല പ്രവർത്തനങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അറിയിപ്പുണ്ടാവുമ്പോൾ ഈ ഒരു സമ്മേളനത്തിൽ നിങ്ങളുടെ മക്കളെ പങ്കെടുപ്പിച്ചതുപോലെ ഇതിന്റെ ഭാവിയിലുള്ള മുഴുവൻ പരിപാടികളിലും നിങ്ങളുടെ സജീവമായ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.